വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യം നടുങ്ങി നിൽക്കുകയാണ്. വലിയൊരു ഭീകരാക്രമണം കശ്മീരിൽ ഉണ്ടായിരിക്കുന്നു. കശ്മീരിൽ BJP-യുടെ ഭരണം പോകാനായിട്ട്, അതായത് കേന്ദ്ര ഭരണം അവിടെ നിന്ന് മാറാനായിട്ട് കാത്തിരുന്നത് പോലെയാണ് ഭീകരർ കശ്മീരിൽ കയറി ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മുഴുവനും ഹിന്ദുക്കളാണ്. മുഴുവൻ ആൾക്കാരും ഹിന്ദുക്കളാണ്. ഇവരുടെ പേര്, മതം, ഐഡന്റിറ്റി കാർഡ് എന്നിവ ചോദിച്ച ശേഷമാണ് കശ്മീരിൽ ഹിന്ദുക്കൾക്ക് നേരെ വെടിയുതിർത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമർനാഥ് തീർത്ഥാടന യാത്ര തുടങ്ങാൻ പോവുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോ അവിടെ ഒരു ഭയം സൃഷ്ടിക്കണം. രണ്ടാമത് കശ്മീർ വളരെ അസ്ഥിരമാണ് എന്ന് കാണിക്കണം എന്നുള്ള ഒരു പദ്ധതി കൂടെ ഭീകരർക്ക് ഇതിന്റെ പിറകിലുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഹിന്ദു ആണെന്ന് ഉറപ്പാക്കാനായി അടിവസ്ത്രം വരെ ഊരി പരിശോധിച്ച ശേഷമാണ് ഭീകരർ വെടിയുതിർത്തത് എന്ന് പോലും അവിടെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഈ ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊല്ലുമ്പോൾ അവിടെ ഭാര്യമാരെ എന്നെ കൂടെ കൊന്നുകളയൂ എന്ന് പറയപ്പോൾ നിങ്ങളെ ഞങ്ങൾ കൊല്ലില്ല, പോയി നിന്റെയൊക്കെ മോദിയോട് പറയണം ഇവിടെ നടന്നത് എന്താണെന്ന് എന്ന് ഭീകരവാദികൾ പറഞ്ഞതായിട്ടും നാഷണൽ മീഡിയാസും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഭീകരതയുടെ ആക്രമണത്തിന്റെ ഒരു ഭീകരത, വല്ലാത്തൊരു ഭീകരതയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സമയത്ത് നമ്മുടെ രാജ്യത്തില്ലായിരുന്നു. അദ്ദേഹം സൗദി സന്ദർശനത്തിലായിരുന്നു. ജിദ്ദയിലേക്ക് പോയ അദ്ദേഹം തന്റെ യാത്ര വെട്ടിച്ചുരുക്കി ഇന്നലെ രാത്രി തന്നെ തിരിച്ചെത്തി. നിർമ്മല സീതാരാമൻ അമേരിക്കൻ സന്ദർശനം, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പെറുവിലേക്ക് നിർമ്മല സീതാരാമൻ പോകാൻ പോവുകയായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് നിർമ്മല സീതാരാമൻ തിരിച്ചു വരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങി ഇരിക്കുകയാണ്. അദ്ദേഹവും ആ സന്ദർശനം വേണ്ടാന്ന് വച്ചിരിക്കുന്നു എന്ന അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നപ്പോഴാണ് ഈ ഭീകരാക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയൊരു തിരിച്ചടി നമ്മുടെ സൈന്യം നൽകണം എന്നുള്ള ഒരു വികാരം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് നടത്തിയിരിക്കുന്നത് ലഷ്കർ-ഇ-ത്വയ്ബയുടെ നിഴൽ സംഘടനയായിട്ടുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കേന്ദ്ര ഏജൻസികൾ പാകിസ്ഥാന്റെ പങ്ക് ഇതിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ISI എന്ന് പറയുന്ന ചാര സംഘടന ഇവർക്ക് പരിശീലനം നൽകിയതായിട്ടും അങ്ങനെ പരിശീലനം നൽകി ഇവരെ ഇങ്ങോട്ടേക്ക് അയച്ചതായിട്ടുമാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇവരെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും, അതായത് ഈ ഭീകരാക്രമണത്തിന് എന്ത് തിരിച്ചടി കൊടുത്താലും അതിന്റെ പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് നിങ്ങൾക്കുണ്ടാകുമെന്നാണ്. പ്രധാനമായിട്ടും അതിൽ ശക്തമായിട്ടുള്ള പിന്തുണ രേഖപ്പെടുത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനാണ്. ഇതേ തുടർന്ന് പാകിസ്ഥാൻ അവരുടെ അതിർത്തി ഗ്രാമങ്ങളെല്ലാം ഒഴിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പൊ തന്നെ പുറത്തു വരുന്നുണ്ട്. അവരുടെ വ്യോമ മേഖലകളെല്ലാം പാകിസ്ഥാൻ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. ഏത് നിമിഷവും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറാനുള്ള ഒരു സാധ്യത അവർ മുൻകൂട്ടി കാണുന്നു. പോരാത്തതിന് ഇന്ത്യയിൽ നിന്നും യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ആക്രമണം നടത്താനുള്ള വലിയ രീതിയിലുള്ളൊരു സാധ്യതയും പാകിസ്ഥാൻ മുന്നിലേക്ക് കാണുന്നുണ്ട്. എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? വീണ്ടും ഈ കാശ്മീരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ആരുടേതാണ്? ഇത് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, പാകിസ്ഥാന്റെ കരസേനാ മേധാവി ആയിട്ടുള്ള അസീം മുനിഗർ 2-3 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ നാഡിയാണ്. ആ നാഡി ആയിട്ടുള്ള കശ്മീർ ഞങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്ക് നേരെ വിദ്വേഷം വാരി വിതറിയ ഒരു പ്രസംഗം അവിടെ നടത്തിയതേ ഉള്ളൂ. ഇന്ത്യ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ ഈ പാകിസ്ഥാൻ കാശ്മീർ നടക്കുന്ന അറ്റാക്കുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എപ്പോഴൊക്കെ അസ്ഥിരപ്പെടുന്നു, അല്ലെങ്കിൽ പാക് ഭരണാധികാരികൾക്കും പാക് പട്ടാളത്തിനുമെതിരെ എപ്പോഴൊക്കെ അവരുടെ രാജ്യത്ത് പാകിസ്ഥാനിൽ തന്നെ ജനങ്ങൾ എതിരാകുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും പിന്നീട് ഇന്ത്യ അതിന് ശക്തമായി തിരിച്ചടിക്കുമ്പോൾ ജനങ്ങളെ ഒന്നിപ്പിക്കാനും, അതായത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ അവർ ചെയ്യുന്ന ടെക്നിക്കായിട്ട് വേണം നമ്മൾ ഒരു തരത്തിൽ വിലയിരുത്താം. പക്ഷെ ഇത്തവണത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട് ഇപ്പോൾ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ ഇന്ത്യക്കാരുടെയൊക്കെ അഭിമാനകരമായ ഒരു സ്വീകരണമാണ് സൗദി അറേബ്യ ശ്രീ നരേന്ദ്രമോദിക്ക് കൊടുത്തത്.
അദ്ദേഹത്തിന്റെ അതെ. വിമാനങ്ങൾക്ക് അദ്ദേഹത്തിന് വിമാനം വന്നപ്പോൾ തന്നെ ഈ വിമാനങ്ങൾക്ക് അവരുടെ സൗദിയുടെ ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചു. അതായത് ഈ ഒരു രാജ്യം വേറൊരു രാജ്യത്തെ പൗരനെ ആകാശത്ത് വെച്ച് തന്നെ ഇതേ രീതിയിൽ സ്വീകരിക്കുന്നത് അപൂർവമാണ്. നരേന്ദ്രമോദിക്ക് വേറെ ചില രാജ്യങ്ങൾ അത്തരം സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അത് ഇത് ശരിക്കും ഒരുപക്ഷെ പാകിസ്ഥാനെ കണക്കുള്ള രാജ്യങ്ങൾ വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടാവും. സാധാരണ നമുക്കറിയാം, ഒരു ഭരണാധികാരി പോകുമ്പോൾ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന ചിത്രമാണെങ്കിൽ ഇത് ആകാശത്ത് വെച്ച് തന്നെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ അകമ്പടി സേവിച്ചുകൊണ്ട് ഒരു രീതിയാണത്. അങ്ങനെ അദ്ദേഹം എത്തുകയുണ്ടായി. അത് മാത്രമല്ല, സൗദി അറേബ്യയിലേക്ക് ശ്രീ നരേന്ദ്രമോദി പോയത് വമ്പൻ 4 കരാറുകൾ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടായി. സൗദിയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ വരുന്നതും അവിടെ നമ്മൾ നിക്ഷേപം നടത്തുന്നതും ഉൾപ്പെടെ വൻപൻ പ്രൊജക്ടുകൾ സൈൻ ചെയ്യാൻ വേണ്ടി പോക്കാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ തുറന്ന് എതിർത്തിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അപ്പൊ സൗദി അറേബ്യക്ക് ഒരു വാണിംഗ് കൊടുക്കുക, ഒപ്പം തന്നെ അതിനകത്ത് ഒരു അമർഷം രേഖപ്പെടുത്തുക, അതൊന്ന്. രണ്ടാമത്തേത്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ ഈ രാജ്യത്ത് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക. ഈ 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ഈ ആക്രമണത്തിന് ശേഷം കാശ്മീരിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ സന്തോഷം പകരുന്ന ഒരു ചില കാര്യങ്ങൾ, ദുഃഖകരമായ ഒരു വാർത്തയാണ് ആളുകൾ കൊല്ലപ്പെടുക എന്നുള്ളത്. പക്ഷെ അവിടുന്ന് വരുന്ന അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ കാശ്മീരിൽ. അവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തെരുവിൽ ഇറങ്ങുകയാണ്. അവർ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ഇവരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനം രംഗത്ത് വരുന്നു. അവിടെ നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ല. സംയുക്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ബന്ദ് കാശ്മീരിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. ഒന്നുകിൽ BJP മാത്രം നടത്തും, അല്ലെങ്കിൽ കോൺഗ്രസും മറ്റു പ്രദേശവും. ഇത് അങ്ങനെയല്ല, എല്ലാ പാർട്ടികളും ചേർന്ന് ബന്ദ്, ആരുടെയും ആഹ്വാനം ഇല്ലാതെ തന്നെ അവിടെ കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാശ്മീരിലെ ജനം സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയത് ഈ കുറച്ച് നാളുകളായിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ എത്താൻ തുടങ്ങി. ഈ ടൂറിസ്റ്റുകൾ ഇവർക്കൊക്കെ വലിയ വരുമാന മാർഗമായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഈ പൽഗാം എന്ന് പറയുന്ന ഒരു കുഗ്രാമമാണ്, ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ പോലും അത്ര വലിയ ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല. പക്ഷെ അവിടത്തേക്ക് ആയിരക്കണക്കിന് പേരാണ് ഒരു ദിവസം എത്തുന്നത്. അപ്പൊ അവിടെ പോയ ചില മലയാളികളും മറ്റും പറയുന്നത്, അവിടെ ഈ കച്ചവടം നടത്തുന്നവരുണ്ട് താഴെയൊക്കെ, നിത്യ വൃത്തിക്ക് വേണ്ടി അവർക്കൊക്കെ നല്ല കച്ചവടമാണ് ഈ ടൂറിസ്റ്റുകളിൽ ധാരാളം വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ജീവിതം പച്ചപിടിച്ച് തുടങ്ങുമ്പോൾ അതിനെ അസ്ഥിരപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗമായിട്ട് തന്നെ വേണം നമ്മളിപ്പോൾ ശ്രീനഗറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ. അവിടുത്തെ തെരുവുകളിലൊക്കെ ഇറങ്ങുകയാണ്. ഇന്ന് വരെ പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ജമ്മു കാശ്മീരിന്റെ തെരുവുകളിൽ മുഴങ്ങിയിട്ടില്ല. പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന് ജമ്മു കാശ്മീരിൽ പറഞ്ഞിട്ടില്ല. അത് വളരെ അത്രത്തോളം കാശ്മീർ മാറി എന്ന് പറയേണ്ടി വരും. കാരണം അവിടുത്തെ ജനം ഒരു ഇച്ചിരി വരുമാനം കണ്ടെത്തി ജീവിക്കാനായി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഈ ഭീകരവാദികൾ എന്തുമാത്രം വിപത്താണ് അവർക്ക് ഉണ്ടാക്കുന്നുള്ളത്. പക്ഷെ ഒപ്പം ഇന്നലെ തന്നെ ലോക നേതാക്കൾ അതിനെ ശക്തമായി അപലപിക്കുക മാത്രമല്ല പിന്തുണയാണ് നൽകിയത്. ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ടെറർ അറ്റാക്ക് ഒക്കെ നടക്കുമ്പോഴത്തേക്കും സാധാരണ അനുശോചനം മറ്റുമൊക്കെയാണ് ലോകരാജ്യങ്ങൾ പറയാറുള്ളതെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകൾ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുന്നു, എന്തും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും തരും. ഒരു പടി കൂടി കടന്നിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും, ഇതിന്റെ ഒരു തിരിച്ചടി ഭയങ്കരമായിരിക്കും എന്ന് പുടിൻ പരസ്യമായി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നെ സ്വാഭാവികമായി തന്നെ ഇസ്രായേലും ബ്രിട്ടനും ഫ്രാൻസും ആസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണച്ച രംഗത്തെത്തി. അതായത് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയുടെ പിന്നിൽ അണിനിരക്കുകയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത്. കാരണം റഷ്യൻ പ്രസിഡന്റ് അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്, സോറി, ഈ സംഭവം നടന്ന തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റും ഒക്കെ നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പൊ അതിനുശേഷമാണ് പുടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം നമ്മുടെ രാജ്യം ഇതിനെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്ന് പരിശോധിക്കാൻ ഒറ്റ കാര്യം മാത്രം മതി. കാരണം വളരെ നിർണായകമായ ഒരു മീറ്റിംഗ് ആയിരുന്നു സൗദി അറേബ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായത്. അത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചെത്തുന്നു. ഒപ്പം തന്നെ അമേരിക്കയില് ഉള്ള അവിടെ ലോകബാങ്കിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയി നിർമ്മലാ സീതാരാമൻ ആ മീറ്റിംഗ് ഉപേക്ഷിച്ചുകൊണ്ട്, നിർമ്മലാ സീതാരാമൻ അമേരിക്ക മാത്രമല്ല പെറുവിലും പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം വെട്ടിച്ചുരുക്കിക്കൊണ്ട് നിർമ്മലാ സീതാരാമൻ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ഇത് കാണിക്കുന്നത് രാജ്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചു, സൗദി അറേബ്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്ന വെറും ഒരു വിസിറ്റ് അല്ല, അനവധി കരാറുകളും മറ്റും ഒപ്പിടുന്ന ഒരു വലിയ ചടങ്ങ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ അനവധി ചെയ്തിട്ടുണ്ട്. ധനുഷ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4-5 വാർത്ത അതിനെക്കുറിച്ച് ചെയ്തിരുന്നു. അപ്പോ ജിദ്ദയിലേക്ക് ഇന്ദിരാഗാന്ധിക്ക് ശേഷം പോകുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആ വിസിറ്റിന് ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെ വെട്ടിച്ചുരുക്കിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി രാവിലെ തന്നെ ഇവിടെ തിരിച്ചെത്തുന്നു. ഒപ്പം തന്നെ ലോകബാങ്കിന്റെ മറ്റു മീറ്റിംഗുകൾ റദ്ദാക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടയില്ല
എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലാ സീതാരാമൻ തിരിച്ചു. അതായത് നമ്മുടെ മന്ത്രിമാരും മറ്റുമൊക്കെ പുറത്തൊക്കെ ഉള്ള മന്ത്രിമാരെല്ലാം തന്നെ തിരിച്ചെത്തുന്ന ഒരു രീതി. അപ്പൊ നമ്മുടെ രാജ്യം എത്രത്തോളം ഗൗരവമായിട്ടാണ് ഇതിനെ ഏറ്റെടുക്കുന്നത്. അത് മാത്രവുമല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ ഓഫ് കൺട്രോളിൽ നിന്ന് പാകിസ്ഥാൻ അവർക്ക് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിർത്തി നിയന്ത്രണ രേഖയിലുള്ള പാശ്ചാത്യ കാശ്മീരിലുള്ള ജനത്തോട് ആ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. കാരണം അവർ നന്നായി ഭയക്കുന്നു എന്ന് മാത്രമല്ല, ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ നൽകുന്ന വിവരം അനുസരിച്ചാണ് പാകിസ്ഥാൻ വലിയൊരു പ്രഷറിലാണ്, വലിയ ടെൻഷനിലാണ് എന്നാണ് ആ മാധ്യമങ്ങളുടെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. കാരണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി നിൽക്കുമ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ വലിയ ഭീതിയിലാണെന്നാണ്. പക്ഷെ ന്യൂയോർക്ക് ടൈംസിനെ പോലുള്ള ചില ഊളപത്രങ്ങളൊക്കെ ഗൺമാൻ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അവരിപ്പോഴും ടെററിസ്റ്റ് ആണെന്ന് അവർക്ക് പറയാൻ കുറെ മടിയാണ്. പിന്നെ ഇന്ത്യ വിരുദ്ധമായിട്ടൊരു പത്രമായതുകൊണ്ട് നമ്മൾ അതിനെ വലിയ കാര്യമാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാർത്തയെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് അപലപിക്കുമ്പോൾ കേരളത്തിൽ എങ്കിൽ കുറെ വിഭാഗമെങ്കിലും അതിനകത്ത് സന്തോഷം പ്രകടിപ്പിക്കുകയും ചില തിയറികൾ ഉണ്ടാക്കുകയും തീവ്രവാദികളെ വെള്ളപൂശുന്ന തരത്തിലേക്ക് വരികയും ചെയ്യുന്നത് കാണുമ്പോൾ ദുഃഖമാണ് തോന്നുന്നത്. കാരണം നമുക്ക് രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് നേരിടാം, എളുപ്പമാണ്. പക്ഷെ രാജ്യത്തിൽ നമ്മുടെ ഒപ്പമുള്ള ശത്രുക്കളെ നമ്മൾ എങ്ങനെ കണ്ടെത്തി നശിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വൈറസാണ് ഇതൊക്കെ. അതൊക്കെ എന്തൊരു മനോഹരമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ മതം തന്നെയാണ് ഒരു വലിയ വിഷയം. മതം നോക്കി തന്നെയാണ് കൊല്ലുന്നത്. ഇത് എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. ഇസ്രായേലിലെ ജൂതന്മാരെയല്ലേ കൊല്ലുന്നത്? ശ്രീലങ്കയിൽ കൊന്നത് ക്രിസ്ത്യാനികളല്ലേ? നമ്മുടെ പള്ളി കയറി ഈസ്റ്റർ ദിനത്തിൽ ബോംബ് പൊട്ടിച്ച് കൊന്നത്. അപ്പം മതം നോക്കി തന്നെയാണ്, മതേതര കൊലപാതകമൊന്നുമല്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലൊരു വിഭാഗം വലിയ സന്തോഷത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ഊള, അയാളാണെങ്കിൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അയാള് പറയുന്നത് ഇപ്പൊ ഇതില് കാണാനായിട്ട് പറ്റും. പഹൽഗാം ഭീകരാക്രമണം, സംഘികൾ ആഘോഷത്തിമിർപ്പിൽ, കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു സംഘി തിരക്കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ആഘോഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ വളരെ സന്തോഷമാണ്. കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളായതുകൊണ്ട് വളരെ സന്തോഷം. എന്റെ ബിജുചേട്ടാ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്ന ആൾക്കാരാണ്? ഇവിടെയുള്ള ഭൂരിപക്ഷമാണ് ഏറ്റവും. മുർഷിദാബാദിൽ കൊല്ലപ്പെടുന്നു, കശ്മീരിൽ നിന്ന് പടിയിറക്കപ്പെട്ടു, ഗോത്ര കലാപത്തിൽ കൊല്ലപ്പെടുന്നു, ഇപ്പോ കശ്മീരിൽ ഒരുപാട് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഇപ്പോഴും ഹിന്ദു ആണോ എന്ന് തിരഞ്ഞുകൊണ്ട് അടിവസ്ത്രം വരെ ഊരി പരിശോധിച്ചുകൊണ്ടാണ് ഇവിടെ ഹിന്ദു ജനത അവിടെ മരിച്ചു വീഴുന്നത്. അവിടെ സ്ത്രീ എന്നില്ല, കുട്ടികളെന്നില്ല, പുരുഷന്മാരെന്നില്ല, ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത്, ഇവിടെ ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു നെറേറ്റീവാണ്. അതിൽ മുസ്ലിങ്ങളെ അല്ല കുറ്റം പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിന് അകത്തുള്ള ചില പുഴുക്കുത്തുകൾ അതെന്താണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം വിഭാഗമാണ്. ഏറ്റവും അധികം ഇപ്പം നമ്മൾ ബംഗാളിൽ നോക്കിയാൽ തന്നെ അവിടെ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കൾക്ക് കൈയും കണക്കില്ല. അതൊന്നും ഒരു വാർത്തയല്ല, അതൊന്നും ആർക്കും കാണണ്ട. ഒന്നും എവിടെയെങ്കിലും ഒരു ഹിന്ദു കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഒരു വാർത്ത പോലുമല്ല നമ്മുടെ കേരളത്തിൽ. പക്ഷെ എവിടെയെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ പേരുള്ള ഒരു മതസ്ഥൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആക്രമണത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോ ഞാൻ പറയട്ടെ, ഉത്തരേന്ത്യയിൽ ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് ഒരു മോബ് ലിഞ്ച് നടന്ന് ഒരാളെ തല്ലിക്കൊന്നു, ഉടനെ തന്നെ വാർത്ത വരികയാണ്, രാജ്യം മുഴുവൻ മുസ്ലിങ്ങൾ മരിച്ചു വീഴുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ എന്ത് തരം ഒരു മനസ്ഥിതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ മീഡിയ വണ്ണിന്റെ കമന്റ് ബോക്സ് ചേട്ടൻ കാണണമായിരുന്നു, അതിന്റെ ആ കമന്റ് ബോക്സിന്റെ സ്ക്രീൻഷോട്ട്. അതായത് അതിഭീകരമായിട്ടുള്ള വിദ്വേഷം രാജ്യത്തെ കേന്ദ്ര ഏജൻസികളോടും കേന്ദ്ര സർക്കാരിനോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അതിഭീകരമായിട്ടുള്ള വയലൻസ്. അവിടെ ആക്രമണം നടത്തിയത് യഥാർത്ഥത്തിൽ സംഘപരിവാറാണ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ മൈൻഡ് സെറ്റ് ഏത് ടൈപ്പിലാണ് പോകുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തേണ്ടത് അവിടെയൊന്നുമല്ല, ഇവിടെയാണെന്നാണ് എനിക്ക് അത് കാണുമ്പോൾ തോന്നുന്നത്. സത്യത്തില് ഈ സമൂഹം, അതായത് ഈ മുസ്ലിം മത വിഭാഗം, അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു ഈ സമൂഹത്തിൽ. അവരാദ്യം മനസ്സിലാക്കേണ്ടത് അത് അവർ ഒറ്റപ്പെടുന്നതല്ല, അവരിൽ ഒരു ചെറിയ വിഭാഗം ആരെ ഒറ്റപ്പെടുത്തുന്നതാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അതിന്റെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരെ സ്വാഭാവികമായി സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയാണ്. അത് അവർക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവരുടെ ലക്ഷ്യം അത് തന്നെയാണ്, ഈ ചെറിയ ഗ്രൂപ്പിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. അതായത് ഈ മുസ്ലിംസിനെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് അടർത്തി മാറ്റുക. അപ്പൊ അവർക്കൊരു അരക്ഷിത ബോധം ഉണ്ടാകും, അയ്യോ ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ. ആ സമയത്ത് അവരുടെ ലീഡർഷിപ്പിലേക്ക് ഈ പറയുന്ന മതമൗലികവാദികൾക്ക് കയറിയിരിക്കണം. ഇതാണ് അവരുടെ ഒരു തിയറി. അതിനു വേണ്ടിയിട്ടാണ് അവര് മനഃപൂർവ്വമാണ് കാരണം ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ വരുന്ന 14 കോടിയോ 16 കോടിയോ ഉണ്ട്. ഈ മുസ്ലിങ്ങൾ എവിടെ പോകാനാണ്? എങ്ങും പോകാനില്ല, ഇവിടെ തന്നെ ഉള്ളവരാണ്, ഇവിടെ തന്നെ ജീവിക്കേണ്ടവരാണ്. അപ്പോ അവർക്കിടയിൽ അവരെങ്ങനെ ജീവിക്കണം? ഹിന്ദുവുമായി സഹകരിച്ച്
കൊണ്ട് മാത്രമാണ് എല്ലാ വിഭാഗത്തിലും ജീവിക്കാൻ പറ്റും ഇന്ത്യ. കാരണം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേര് ഹിന്ദുവാണ്. കാരണം ഒരു കച്ചവട സ്ഥാപനം തുറന്നാൽ തന്നെ ഹിന്ദുക്കൾ എന്ന ഭൂരിപക്ഷം സാധനം വാങ്ങിയേ പറ്റൂ. കാരണം കൂടുതൽ ജനസംഖ്യ അവരാണുള്ളത്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ എന്ത് പറ്റുന്നു, നോർത്ത് ഇന്ത്യയിൽ അടക്കം ഇപ്പോൾ ഈ നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് മൂന്നാമതും വന്നതെന്ന് വെച്ചാൽ അത് ബി.ജെ.പിയുടെ മിടുക്കൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തെ പോലെ ഒരു സ്ട്രോങ് ലീഡർ ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് ഒരു നിഷ്പക്ഷരായിട്ടുള്ള ഒരു വിഭാഗം ചിന്തിക്കും. ഇപ്പൊ വളരെ പച്ചയ്ക്കാണ്, എനിക്ക് തന്നെ അറിയാവുന്ന വളരെ മതേതരത്വം ഒക്കെ പറഞ്ഞിട്ട് പലരും ഇപ്പൊ ഹിന്ദു ആണ്, മറ്റവന്മാർ ശരിയല്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെ വരുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ഈ ഇത്രയും ഭീകരന്മാരെ ഈ വെള്ളപൂശുന്ന ഇവരൊക്കെ നാളെ ഈ ഭീകരന്മാർ വന്ന് അവർക്ക് പാതിരിച്ചു കൊടുക്കാനും ഒരു മടിയും കാണിക്കില്ല ഇവര്. കാരണം ഇവരുടെ കൂറ് എപ്പോഴും രാജ്യത്തോടോ രാഷ്ട്രത്തോടോ ഒന്നും അല്ല. ഇവരുടെ കൂറ് എപ്പോഴും അതെപ്പോഴും ഒരു പരസ്യമായി തെളിയിക്കുമെന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത്തരം ഒരു ദാരുണ സംഭവം നടക്കുമ്പോൾ അത് മനസ്സിലടക്കി വെക്കുകയല്ല ചെയ്യുന്നത്. പകരം സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കോൺഗ്രസിന്റെ നേതാക്കളോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒക്കെയാണ് എന്തെങ്കിലും കമന്റുമായിട്ട് വരുന്നത്. പക്ഷെ അദ്ദേഹം വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇതുവരെ ഒക്കെ സ്റ്റേറ്റ്മെന്റ്. കാരണം അദ്ദേഹം അമിത്ഷായുമായി സംസാരിച്ചിരുന്നു. രാജ്യം ഒറ്റക്കെട്ടാണ്, മല്ലികാർജ്ജുന ഖാർഗെ ഒക്കെ പറഞ്ഞു രാജ്യം അല്ല, എന്തെടുത്താലും ഞങ്ങൾ അതില് രാജ്യത്തിനൊപ്പമാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ ഞാൻ ഇന്നലെ വിജയേട്ടനോട് പറഞ്ഞു, കോൺഗ്രസ് കുറച്ചുകൂടെ മെച്ചൂർഡായി ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പണ്ട് നേരത്തെ പുൽവാമയിൽ ആക്രമണം നടന്നപ്പോഴും മുറിയിൽ ആക്രമണം നടന്നപ്പോഴും എല്ലാം ഇവര് ചാടി വീണ് നമ്മുടെ സർക്കാരിനെ കുറ്റം പറയുക, നമ്മുടെ രാജ്യത്തെ കുറ്റം പറയുക, നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തെ കുറ്റം പറയുക, ഇങ്ങനെയുള്ളൊരു രീതിയാണ് അവലംബിച്ചു പോകുന്നത്. ബലാക്കോട്ടിൽ അത് കഴിഞ്ഞ് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ഇവരെന്താ പറഞ്ഞത്? പൈൻ മരങ്ങൾക്ക് മുകളിലാണ് അവിടെ ബോംബിട്ടത് എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ ഇപ്പോ ഇവർക്ക് മനസ്സിലായി നമ്മൾ എത്രത്തോളം രാജ്യവിരുദ്ധത പറയുന്നു, നരേന്ദ്രമോദിയെ എതിർക്കുന്നു, പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിൽ അത്രത്തോളം പിന്തുണ നരേന്ദ്രമോദിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും ഈ ഭീകരവാദത്തെ ന്യായീകരിക്കാൻ നിന്നില്ല. എല്ലാവരും കോൺഗ്രസ് നേതാക്കൾ പോലും, ഈവൻ കേരളത്തിൽ പോലും പോസ്റ്റ് ഇടുന്ന ഞാൻ കണ്ടു. ഇതിനെ ഒറ്റക്കെട്ടായിട്ട് രാജ്യം നേരിടും എന്ന ഒരു നല്ലൊരു നിലപാടാണ് അവരെടുത്തത്. അത് അവർ മുൻകാലങ്ങളിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഒരു വിഭാഗത്തെ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്ന് അകറ്റുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. കാരണം ആ കമന്റ് ഇട്ടവരെ കുറിച്ച്, ആ കമന്റ് ഇട്ടവരെ കുറിച്ച് ആർക്കും രോഷം, ആ കമന്റ് ഇട്ടവന്റെ ആ ഒരു വിഭാഗത്തിനോടായിരിക്കും രോഷം തോന്നുക. സ്വാഭാവികം മാത്രമാണ്. അങ്ങനെ അതെ അതെ സമൂഹത്തിൽ നിന്ന് സ്വയം അകലുകയാണ് ഇവരെ, ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ അകറ്റാണ് ഇവർ ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ഇതേപോലെ മുഖ്യധാരയിൽ നിന്ന് ഇവർ മാറ്റുകയാണ്, അകറ്റുകയാണ്. കാരണം അവർ രക്ഷപ്പെടരുത്, അവർ ഗതി പിടിക്കരുത്. കാരണം അവരെന്നും കുന്നും ഈ കൂപമണ്ഡപം പോലെ കിടന്നാൽ മാത്രമേ ഇവർക്ക് അതിന്റെ മുകളിൽ നിന്ന് ലീഡർഷിപ്പ് കളിക്കാൻ പറ്റൂ. അവർ നാളെ പിരിവ് ചോദിക്കുമ്പോൾ കിട്ടൂ, ഇവരെ കൊണ്ട് രാജ്യത്തെ കുട്ടിച്ചോറാക്കുക. എന്തായാലും ഇവർ വിചാരിച്ചാൽ ഈ രാജ്യം ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നിടത്തോളം കാലം ബി.ജെ.പിക്കാരുടെ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ വേണം അതിനെ കരുതാൻ. കാരണം അവരിത് കാലാകാലങ്ങളിൽ ജയിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ആൾക്കാർ പറയുന്നത് മോദിയെ മാറ്റിയിട്ട് യോഗിയെ കൊണ്ടുവരാനാണ് പറയുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പുള്ളി ആക്ഷൻ അതെ എടുക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ആരുമായിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ അവിടെ ആ പിടഞ്ഞു മരിക്കുമ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിക്കുന്നു. അതെ ഹിന്ദു ആണ് എന്ന് പറയുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനാണ് ട്രൗസർ ഊരി നോക്കുന്നത്. ഈ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാനാണ് അത് നോക്കും. അത് നോക്കിയിട്ട് കൊല്ലുക എന്ന് പറയുമ്പോൾ വളരെ പൈശാചികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇതിന് ശക്തമായ ഒരു തിരിച്ചടി കൊടുക്കേണ്ടതാണ്. തിരിച്ചടി അവിടെ മാത്രമല്ല, ഇതിനെ പിന്തുണച്ച് ചിലപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ അനവധി കേരളത്തിൽ എത്തിയേക്കാം, ഇല്ലെങ്കിൽ ചാനൽ ചർച്ചകളും മറ്റൊക്കെ വന്നേക്കാം. പക്ഷെ അങ്ങനെയുള്ളവരെ കൂടി ഇല്ലാതാക്കണം എന്നുള്ളതാണ്. കാരണം അത്തരമുള്ള എലിമെന്റ്സുകൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ ഏതായാലും ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഇത് എവിടെ മരണം നടന്നാലും അതിനെ ആഘോഷിക്കുന്ന കുറെ ശവന്തീനി ഉറമ്പുകൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആഘോഷിക്കുന്നില്ല. അത് അവരുടെ വഴിക്ക് പൊക്കോട്ടെ, അതിലൊന്നും കഥയില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത് ഒരു വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു. ഇന്നലെ അർണാബ് ഗോസ്വാമി പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു എയർ സ്ട്രൈക്കോ സർജിക്കൽ സ്ട്രൈക്കോ അല്ല ആവശ്യം, ഇതോടുകൂടി പാകിസ്ഥാൻ എന്നൊരു പ്രശ്നം തീരാ തലവേദന ഇതോടുകൂടി തീരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഡിബേറ്റ് എന്ന് ഞാൻ വളരെ വൈകി കണ്ടു. അപ്പൊ അദ്ദേഹം ഇത്തവണത്തെ പറഞ്ഞ തിരിച്ചടി ഡയലോഗാണ്. എങ്ങനെയായിരിക്കും? അത് ഏത് തരത്തിലായിരിക്കും? ബലാക്കോട്ടിൽ നമ്മൾ തിരിച്ചടി നടത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, ആ ഭീകര സംഘടന നമ്മുടെ രാജ്യത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ബലാക്കോട്ടിൽ ഒരു ആക്രമണം നടന്നു. ആക്രമണം നടന്നപ്പോൾ പൈൻ മരങ്ങൾക്ക് മുകളിലാണ് അവിടെ അറ്റാക്ക് നടന്നത്. വലിയ ആൾനാശമൊന്നും സംഭവിച്ചില്ല എന്ന് പാകിസ്ഥാൻ വരെ വാദിച്ചു. അവസാനം പാകിസ്ഥാൻ UN-ൽ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ പട്ടാളക്കാരും മരിച്ചു, ഭീകരവാദികളും മരിച്ചു, മൊത്തം 300-ലേറെ പേരാണ് അവിടെ മരിച്ചു വീണത് എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. അന്ന് ആ ബലാക്കോട്ടിൽ ആ സ്ട്രൈക്ക് നടത്തിയ ശേഷം വിജയേട്ടൻ ശ്രദ്ധിച്ചോ, പിന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു സംഘടന പിക്ചറിൽ ഇല്ലാതായി. അതായത്
ജയ്ഷെ പിന്നെ ആക്രമണം നടത്തിയെന്ന് പിന്നെ നമ്മൾ കേട്ടിട്ടില്ല. ജയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ അവിടെ നിന്ന് ഈ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു എന്ന വാർത്തകളല്ലാതെ ജയ്ഷെ മുഹമ്മദ് പാകിസ്ഥാനിൽ പോലും ഒരു അറ്റാക്ക് നടത്തുന്നതായിട്ട് പിന്നെ നമ്മൾ കേട്ടിട്ടില്ല. പാകിസ്ഥാനിൽ അതിനുശേഷം എന്തോരം അറ്റാക്ക് ഉണ്ടായി. ഈ പാക് അധീന കശ്മീരും പിന്നെ ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിലൊക്കെ ഈ ജയ്ഷെ മുഹമ്മദ് വളരെ ശക്തമാണ്. അവിടെ തെഹ്രീക്കെ താലിബാൻ അവിടെ അതിഭീകരമായിട്ട് ആക്രമണം നടത്തുമ്പോൾ ജയ്ഷെ മുഹമ്മദ് അതിന് രംഗത്തൊന്നും വന്നില്ല. ജയ്ഷെ മുഹമ്മദ് കംപ്ലീറ്റ് ആയിട്ട് പിക്ചറിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തവണത്തെ തിരിച്ചടി എങ്ങനെയായിരിക്കും? അർണബ് ഗോസ്വാമി പറഞ്ഞതുപോലെ ഉള്ള ഒരു തിരിച്ചടി ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് പിൻവാങ്ങുമോ? എന്താണ് തോന്നുന്നത്? സാധ്യതകൾ എന്തൊക്കെയാണ്? വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന് ഇന്ത്യക്ക്. കാരണം അന്നത്തിനേക്കാളും ഇന്ത്യ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. കാരണം ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് അമേരിക്ക. അന്നും ട്രംപ് ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ട്രംപ് അതെ അതെ അമേരിക്കയിൽ ഇരിക്കുമ്പോഴാണ് ഈ ബാലക്കോട്ട് സംഭവം. പക്ഷെ അന്ന് ട്രംപ് കുറച്ചൊരു സോഫ്റ്റ് കോർണർ പാകിസ്ഥാനോട് കാണിച്ചിരുന്നു. പക്ഷെ ഇത്തവണ അദ്ദേഹം അത് കാണിക്കാൻ സാധ്യതയില്ല. കാരണം ഈ താരിഫ് യുദ്ധമൊക്കെ ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന സ്ഥിതിയിൽ, പ്രത്യേകിച്ച് ചൈനയുമായിട്ടും ഒക്കെ ക്ലാഷ് നിൽക്കുന്ന സമയം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ അടുത്ത് നവംബർ മാസത്തോടുകൂടി നമ്മൾ അമേരിക്കയുമായിട്ടൊരു വ്യാപാര കരാർ ഒപ്പിടുന്നുണ്ട്. അപ്പൊ അത് വലിയ ബെനിഫിറ്റ്, ഇന്ത്യക്കും ബെനിഫിറ്റ് ആണ്, അമേരിക്കയ്ക്കും അത് കുറച്ചുകൂടി ബെനിഫിറ്റ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു സുഹൃത്ത് മാത്രമല്ല, അവരുടെ ഒരു ഇംഗത്തിന്റെ പ്രധാന ഭാഗം നമ്മുടെ രാജ്യമാണ്. കാരണം അവരുടെ ആയുധങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ ഇതാണ്. അപ്പം ഈ രണ്ട് പ്രബല രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ഇത്തവണ എന്തും ചെയ്തോളൂ എന്ന് അങ്ങോട്ട് ഈ രാജ്യങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഞാനിപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം തന്നെ കടന്നു കയറാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല, അതിന്റെ കുറെ പ്രദേശങ്ങൾ, ഒരുപക്ഷെ ശാരദാപീഠം വരെയുള്ള ഒരു പ്രദേശം ചിലപ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യത, ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം ഒരുപക്ഷെ ഈ ബോർഡർ ലൈൻ ഓഫ് കൺട്രോളിലുള്ള ജനങ്ങളോട് ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് പാക് സൈന്യം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരിക്കലും ഈ ഗ്രാമങ്ങളെ നമ്മുടെ ഒരു സൈന്യം ഗ്രാമീണരെ ഒന്നും ടാർഗറ്റ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ബോർഡർ ലൈനിൽ കിടക്കുന്ന ഗ്രാമീണരെ ടാർഗറ്റ് ചെയ്യാറില്ല, സ്വാഭാവികം മാത്രമാണ്. അപ്പം അവിടുന്ന് അവരോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യ അങ്ങോട്ടേക്ക് കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ അങ്ങോട്ട് കയറുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പാകിസ്ഥാന് ഒന്നും റിയാക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഒന്നാമത് ദുർബലമായി നിൽക്കുന്ന പാകിസ്ഥാൻ ഈ ഒരു അവസരത്തിൽ ഒരുപക്ഷെ ബലൂചിസ്ഥാൻ കുറച്ചുകൂടി അവിടുത്തെ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുകയും അതൊരു പിളർപ്പിന്റെ വക്കിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നോ നാളെ ഒക്കെ ആയിട്ട് ബലൂചിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ പല വഴിക്ക് നിന്നും പ്രഷർ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ലോകരാജ്യങ്ങളുടെ പ്രഷർ, മറ്റൊന്ന് സ്വന്തം രാജ്യത്ത് ബലൂചിസ്ഥാനിൽ അടക്കമുള്ളടത്ത് വലിയ പ്രഷർ വരുന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സൈന്യം ഓപ്പൺ ആയിട്ട് തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നൊരു കാര്യം കൂടാണ്. എന്തായാലും സർജിക്കൽ സ്ട്രൈക്ക് ആയില്ല. നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു പക്ഷേ POK-യിലൊക്കെ കയറാനുള്ള സാധ്യതകളാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം കുറച്ച് നാളത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇവിടെ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഇത് ഒരുപക്ഷെ അർണാബ് പറഞ്ഞത് കണക്ക് എയർ സ്ട്രൈക്ക് അല്ല, സർജിക്കൽ സ്ട്രൈക്ക് അല്ല, വേണ്ടത് ഇതോടുകൂടി പാകിസ്ഥാൻ എന്ന തലവേദന തീർക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം POK-യിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് നടക്കുന്നത്. താങ്ക് യു ബിജോടാ. താങ്ക് യു സോ മച്ച്.